ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ടെക്സ്റ്റ് ബൈ മിറാൻഡ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ബ്ലോഗ് മാനുവൽ ടെസ്റ്റിംഗ് പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മാനുവൽ ടെസ്റ്റിങ് നമ്മൾ ഓൾറെഡി തന്നെ മാനുവൽ ടെസ്റ്റിംഗ് ഫസ്റ്റ് പാർട്ട് ചെയ്തായിരുന്നു. അതിൽ ഞാൻ കൊടുത്ത കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ്, ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ്, പിന്നെ എന്താണ് ടെസ്റ്റിങ്, പിന്നെ SPLC മോഡൽസ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കണ്ടന്റാണ് ഞാൻ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഈവൻ നിങ്ങൾ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആണ് നോക്കുന്നതെങ്കിൽ കൂടി പഠിക്കണമെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ഫസ്റ്റ് അതിൻ്റെ ഫൗണ്ടേഷനായ മാനുവൽ ടെസ്റ്റിംഗ് അറിഞ്ഞിരിക്കണം. അതായത് ഡിഫറെൻറ്റ് ടേംസ്, ഡിഫറെൻറ്റ് നെയിംസ് ഉണ്ട് ടെസ്റ്റിങ്ങിനായിട്ട്. പിന്നെ എന്താ അതിൻ്റെ ചില പ്രോസസ്സുണ്ട്, പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ മാനുവൽ ടെസ്റ്റിംഗ് അറിഞ്ഞിരിക്കണം. ശരിക്കും മാനുവൽ ടെസ്റ്റിംഗ് എന്ന ഒരു പക്ക തിയറി സംഭവമാണ് വരുന്നത്. അപ്പോൾ ഇനി ഞാൻ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ടെസ്റ്റ് കേസസ്, ടെസ്റ്റ് സിനാരിയോ, എങ്ങനെ ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും, പിന്നെ ഒരു റിയൽ ടൈം പ്രൊജക്ട് എടുത്തിട്ട് ഒരു സാമ്പിൾ പ്രൊജക്ട് കാണിഡമോ ആയിട്ട് എങ്ങനെയാണ് ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യുക, എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ബഗ് ടൂൾസ്. അതിൻ്റെ ഒരു സാമ്പിൾസ് ഒക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ കവർ ചെയ്യേണ്ടി പോകുന്നത്. First, let's see what is test case and test scenario. So, test scenario is defined as the functionality to be tested. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷനാലിറ്റി എന്താണോ അതിന് ടെസ്റ്റ് സിനാരിയോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ മീൻസ് നമ്മുടെ ഫ്ലിപ്കാർട്ട്, മിന്ത്ര, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, അത് ടെസ്റ്റ് ചെയ്യാൻ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെസ്റ്റിൻ്റെ എക്സാമ്പിൾ ആണ് ലോഗിൻ ഫംഗ്ഷനാലിറ്റി, അല്ലെങ്കിൽ സെർച്ച് ഫംഗ്ഷനാലിറ്റി, അല്ലെങ്കിൽ പേയ്മെന്റ് ഫംഗ്ഷനാലിറ്റി. ഇതൊക്കെ ഓരോ ടെസ്റ്റ് സിനാരിയോസ് ആണ്. അപ്പൊ ഈ ഓരോ ടെസ്റ്റ് സിനാരിയോയിൽ നമുക്ക് ഒരുപാട് ടെസ്റ്റ് കേസസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ടെസ്റ്റ് സിനാരിയോ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ടെസ്റ്റ് കേസസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. വാട്ട് ഈസ് ടെസ്റ്റ് കേസ്? ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ഫംഗ്ഷനാലിറ്റീസ് ചെക്ക് ചെയ്യണം, പല പല കോമ്പിനേഷൻസ് എടുത്തിട്ട്. അതിനാണ് നമ്മൾ ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോഗിൻ ഫംഗ്ഷനാലിറ്റിയിൽ നിന്ന് എടുക്കാവുന്ന കുറച്ച് ടെസ്റ്റ് കേസ് ഞാൻ പറയാം. അതായത് നമുക്ക് അവിടെ എന്തൊക്കെ വരുന്നത്, യൂസർ നെയിം വരും, പാസ്വേഡ് വരും, പിന്നെ ലോഗിൻ ബട്ടൺ വരും. ഇതിനായിട്ട് 3 വരുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഫസ്റ്റ് ടെസ്റ്റ് കേസ് ആണ് വാലിഡ് യൂസർ നെയിമും വാലിഡ് പാസ്വേഡും കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് ലോഗിൻ ആയിട്ട് ഡാഷ്ബോർഡിലോട്ട് പോകണം. അതാണ് ഫസ്റ്റ് ടെസ്റ്റ് കേസ്. ഓക്കെ, വാലിഡ് യൂസർ നെയിം, വാലിഡ് പാസ്വേഡ്. സെക്കൻഡ് ടെസ്റ്റ് കേസ് ആണ് നമുക്ക് വാലിഡ് യൂസർ നെയിം കൊടുത്തിട്ട് നമുക്കൊരു ഇൻവാലിഡ് പാസ്വേഡ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്ത് പറ്റണം, അത് അവിടുത്തെ എറർ മെസ്സേജ് കാണിക്കും. അത് ഡാഷ്ബോർഡിലോട്ട് പോകാനായിട്ട് പാടില്ല. അത് രണ്ടാമത്തെ ടെസ്റ്റ് കേസ്. ഓക്കെ, മൂന്നാമത്തെ ടെസ്റ്റ് കേസ് ആണ് നമുക്ക് 2 ഫീൽഡ്, അതായത് യൂസർ നെയിമും പാസ്വേഡ് നമുക്ക് ഇൻവാലിഡ് ആയിട്ട് കൊടുത്തിട്ട് ചെക്ക് ചെയ്യാം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട്. മറ്റൊരു എക്സാമ്പിൾ ആണ് എന്താ, 2 ഫീൽഡ് എംപ്റ്റി ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. അല്ലെങ്കിൽ എന്റെ ഡിസൈൻ കറക്റ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ടെസ്റ്റ് കേസ് നമുക്ക് ആ ഒരു ടെസ്റ്റിനായി നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ടെസ്റ്റ് കേസ് ടെംപ്ലേറ്റിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് പല ഫോർമാറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന കോളംസ് ഒക്കെ ഞാൻ പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് തന്നെ കമ്പനിയുടെ ലോഗോ വേണമെങ്കിൽ കൂടെ കൊടുക്കാം. പിന്നെ പ്രൊജക്ട് നെയിം, ഇപ്പം ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആമസോണിൻ്റെ ഒരു ടെസ്റ്റിംഗ് ആണ്. സോ പ്രൊജക്ട് നെയിം ആമസോൺ എന്ന് കൊടുത്തു. പിന്നെ മൊഡ്യൂൾ നെയിം, ഞാനിപ്പോൾ ഇത് സൈൻ ഇൻ സ്ക്രീൻ അല്ലെങ്കിൽ ലോഗിൻ സ്ക്രീനിൻ്റെ ടെസ്റ്റ് കേസാണ് ഈ ഷീറ്റിൽ എഴുതി കൊടുക്കുന്നത്. സോ സൈൻ ഇൻ സ്ക്രീനിന് കൊടുത്തു. ഇനി വേണമെങ്കിൽ ഇപ്പം നിങ്ങൾ ഒന്നിൽ കൂടുതൽ മൊഡ്യൂൾസ് ഈ സെയിം ഷീറ്റിൽ തന്നെയാണ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഈ മൊഡ്യൂൾ നെയിമിൻ്റെ ആവശ്യമില്ല, കാരണം എല്ലാം കൂടെ വരുന്നുണ്ടല്ലോ. പിന്നെ റിലീസ് വേർഷൻ, ഇപ്പോൾ ഇത് ഏത് സ്പ്രിൻറ്റിന് വേണ്ടിയിട്ടാണോ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ പർട്ടിക്കുലർ റിലീസ് വേർഷൻ കൊടുക്കുക. പിന്നെ ടെസ്റ്റ് ഡിസൈൻ ബൈ ടെസ്റ്ററിൻ്റെ പേര് അത് കൊടുക്കുക. ടെസ്റ്റ് ഡിസൈൻ ഡേറ്റ്, ടെസ്റ്റ് എക്സിക്യൂട്ട് ഡേറ്റ്, ടെസ്റ്റ് എക്സിക്യൂഷൻ ഡേറ്റ് ഇതെല്ലാമായിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി കോളത്തിലോട്ട് വരാം. അത് നമ്മൾ ആദ്യത്തെ കോളം എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് കേസ് ID ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടെസ്റ്റ് കേസ് ID കൊടുക്കാം. പിന്നെ ടെസ്റ്റ് ടൈറ്റിൽ, ഇപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ വാലിഡ് ഇമെയിലും വാലിഡ് പാസ്വേഡും വെച്ചുകൊണ്ടുള്ള ഒരു ടെസ്റ്റ് കേസാണ് എഴുതിയിരിക്കുന്നത്. സോ ടെസ്റ്റ് ടൈറ്റിൽ അത് തന്നെ കൊടുത്തു. ടെസ്റ്റ് സമ്മറിക്കകത്ത് ചെക്ക് ദ ഫംഗ്ഷനാലിറ്റി ബൈ എൻറ്ററിങ് വാലിഡ് ഇമെയിൽ ID ആൻഡ് വാലിഡ് പാസ്വേഡ്. സോ നമ്മൾ എന്താണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രീ കണ്ടീഷൻ. ഓക്കെ, ഇതിൽ കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന 2 കോളംസ് ആണ് ഈ പ്രീ കണ്ടീഷനും, അതായത് ഈ D എന്നുള്ള കോളവും ഈ H എന്ന കോളവും, അതായത് പോസ്റ്റ് കണ്ടീഷനും. പ്രീ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനായിട്ട് എന്തെങ്കിലും ഒരു കണ്ടീഷൻ വേണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് വേണോ,
അതിനെയാണ് നമ്മൾ പ്രീ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ലോഗിൻ്റെ കേസിലാണെങ്കിൽ അവിടുത്തെ പ്രീ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി യൂസർ രജിസ്റ്റേർഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ അയാൾക്ക് ഈ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ലോഗിൻ ആണ്, അപ്പോൾ ലോഗിൻ ചെയ്യുന്ന മുന്നേ അത് രജിസ്റ്റർ ചെയ്തിരിക്കണം, അതാണ് എൻ്റെ പ്രീ കണ്ടീഷൻ. എന്താണ് പോസ്റ്റ് കണ്ടീഷൻ? പോസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ചേഞ്ചസ് ഇതിന് സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരിക, അതാണ് നമ്മൾ പോസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുക. ഓക്കെ, അതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ്. ഇനി അടുത്തത് ടെസ്റ്റ് സ്റ്റെപ്പാണ്. ടെസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള എന്തൊക്കെ സ്റ്റെപ്പാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ വാലിഡ് ഇമെയിലും വാലിഡ് പാസ്വേഡുമാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ആ പർട്ടിക്കുലർ URL എൻ്റർ ചെയ്ത് കൊടുക്കണം ബ്രൗസറിൽ. പിന്നീട് ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിലും വാലിഡ് ആയിട്ടുള്ള പാസ്വേഡും കൊടുക്കുന്നു. പിന്നെ സൈൻ അല്ലെങ്കിൽ ലോഗിൻ എന്നുള്ള ബട്ടനെ പ്രസ് ചെയ്യുന്നു. ടെസ്റ്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനായിട്ട് എന്ത് ഡാറ്റയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് കൊടുക്കുക. എക്സ്പെക്റ്റഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എന്താണ് കിട്ടേണ്ട ഔട്ട്പുട്ട്, അത് നമുക്ക് ഓൾറെഡി ഒരു ഗസ്സിങ് ഉണ്ടായിരിക്കുമല്ലോ, അതെന്താണ് സംഭവിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ യൂസറിന് റിക്വയർമെൻറ്റ് ഉണ്ടായിരിക്കില്ല എന്താണ് വരേണ്ടതെന്നുള്ളത്. അതാണ് ഈ എക്സ്പെക്റ്റഡ് റിസൾട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം എന്താണ് ഈ സൈൻ ബട്ടൺ പ്രസ് ചെയ്ത് തുടങ്ങി എന്ത് ചെയ്യണം, അത് യൂസർ സൈനിനായിട്ട് ഹോം സ്ക്രീനിലോട്ട് റീഡയറക്റ്റ് ചെയ്യണം. ഇനി ആക്ച്വൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ആക്ച്വലി എന്താണ് ഈ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനിൽ സംഭവിക്കുന്നത്, അതാണ് ആക്ച്വൽ റിസൾട്ട്. ഇപ്പം ഏതെങ്കിലും ഒരു ടൈമിൽ ഈ എക്സ്പെക്റ്റഡ് റിസൾട്ടും ആക്ച്വൽ റിസൾട്ടും ഒരുപോലെ അല്ല സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഫെയിലായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഫെയിൽ എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ രണ്ടും സെയിം ആണെങ്കിൽ പാസ് എന്ന് കൊടുക്കാം. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് കോളംസ് ആണ് ഈ Gയും Hഉം, അതായത് എക്സ്പെക്റ്റഡ് റിസൾട്ടും പോസ്റ്റ് കണ്ടീഷനും. അത് മിക്കവാറും തന്നെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും രണ്ട് കോളത്തിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന കാര്യം. പക്ഷേ ചില സിറ്റുവേഷൻസിൽ അത് ഡിഫറെൻ്റ് ആയിട്ട് വരും. ആക്ച്വലി ഈ എക്സ്പെക്റ്റഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഔട്ട്കം എന്താണ്, അതാണ് എക്സ്പെക്റ്റഡ് റിസൾട്ട്. പോസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഫുൾ ആ വെബ് ആപ്ലിക്കേഷനായിട്ട് എന്ത് സംഭവിക്കുന്നു, ആ ഒരു സ്റ്റേറ്റ് എന്ത് ചേഞ്ച് ചെയ്യുന്നു, അതിനാണ് പോസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം അത് കുറച്ച് ക്ലിയർ ആക്കാനായിട്ട് ഞാൻ വേറൊരു എക്സാമ്പിളായിട്ട് പറയാം. അതായത് യൂസർ ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്യുന്നു ആപ്ലിക്കേഷനിൽ. അപ്പോൾ എല്ലാ ഫീൽഡും ഫില്ല് ചെയ്ത് കൊടുത്തു, യൂസർ നെയിം, പാസ്വേഡ്, ഇമെയിൽ ID എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു. അതിനുശേഷം രജിസ്റ്റർ അല്ലെങ്കിൽ സൈൻ അപ്പ് എന്നുള്ള ബട്ടണെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്പെക്റ്റഡ് റിസൾട്ട് എന്താണ്? അതായത് യൂസർ രജിസ്റ്റർ എന്നുള്ള ബട്ടനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും യൂസർ രജിസ്റ്റർ സക്സസ്ഫുള്ളി എന്നൊരു പോപ്പപ്പ് മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്പ്ലേ ചെയ്യണം ഒരു മെസ്സേജ്, അതാണ് അവിടെ എക്സ്പെക്റ്റഡ് റിസൾട്ട് എന്ന് പറയുന്നത്. പക്ഷേ പോസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യൂസറിനെ സക്സസ്ഫുള്ളായിട്ട് ഡാറ്റാബേസിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, അതാണ് അവിടുത്തെ പോസ്റ്റ് കണ്ടീഷൻ. ഇതാണ് ഈ എക്സ്പെക്റ്റഡ് റിസൾട്ടും ഈ പോസ്റ്റ് കണ്ടീഷനും തമ്മിലുള്ള വ്യത്യാസം. സോ നെക്സ്റ്റ് നമുക്ക് ഡിഫക്ട് ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ബഗ് ലൈഫ് സൈക്കിൾ എന്താണെന്ന് കാണാം. രണ്ടും സെയിം തന്നെയാണ്, രണ്ട് പേരാണെന്നേ ഉള്ളൂ. അതായത് ഒരു ടെസ്റ്റർ അല്ലെങ്കിൽ QA പേഴ്സൺ ഫസ്റ്റ് ടൈമായിട്ട് ഒരു ബഗിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഈ ബഗിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ആ ഒരു മൊമെന്റ് തൊട്ട് അതിനെ ക്ലോസ് ചെയ്യുന്ന മൊമെന്റ് വരെയുള്ള ആ ബഗിന്റെ ലൈഫ് സൈക്കിൾ, അതിനാണ് നമ്മൾ ബഗ് ലൈഫ് സൈക്കിൾ ഓർ ഡിഫക്ട് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം ആ ഡിഫക്ട് ലൈഫ് സൈക്കിളിൽ വരുന്ന ഡിഫറെന്റ് സ്റ്റേറ്റ്സ് അത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നതാണ്, ഇത് നോട്ട് ഡൗൺ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൽ ഓരോ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്സ് എന്താണെന്ന് പറയാം. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ് ആണ് ന്യൂ എന്ന് പറയുന്നത്. ന്യൂ എന്ന് പറഞ്ഞാൽ QA അല്ലെങ്കിൽ ടെസ്റ്റർ ഫസ്റ്റ് ടൈം ഐഡന്റിഫൈ ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ് ആണ് ന്യൂ എന്ന് പറയുന്നത്, ന്യൂ ബഗ്. ഓക്കെ, രണ്ടാമത്തെയാണ് അസൈൻഡ്. അസൈൻഡ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റർ ഒരു ബഗിനെ ഐഡന്റിഫൈ ചെയ്തു, നെക്സ്റ്റ് പ്രോസസ് എന്താണ്, നമുക്ക് ഡെവലപ്പർക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യണം, അതിനാണ് നമ്മൾ അസൈൻഡ് എന്ന് പറയുന്നത്. നമ്മൾ ഡെവലപ്പർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അത് നമ്മൾ ബഗ് ട്രാക്കിംഗ് ടൂൾസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതിനുശേഷം കവർ ചെയ്യുന്നതായിരിക്കും. മൂന്നാമത്തെ സ്റ്റേറ്റ് ആണ് ഓപ്പൺ. ഓക്കെ, അപ്പോൾ ഡെവലപ്പർക്ക് ആ ഒരു ബഗ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പുള്ളി അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും, അതിന് ഓപ്പൺ എന്ന് പറഞ്ഞാൽ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കുറച്ച് സ്റ്റേറ്റ്സ് ഉണ്ട്, അതായത് റിജക്റ്റഡ്. ഫസ്റ്റ് ആണ് റിജക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ബഗ് കൊടുത്തില്ല ഡെവലപ്പർക്ക്, അപ്പം അത് നമ്മുടെ മാനേജർ അല്ലെങ്കിൽ ഡെവലപ്പർ നോക്കുമ്പോഴത്തേക്കും അതൊരു ബഗായിട്ട് തോന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് റിജക്ട് ചെയ്യാനായിട്ട് റിജക്റ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുക. പിന്നെ അടുത്ത വേറൊന്നുമാണ് പോസ്റ്റ്പോൺ ഓർ ഡെഫേർഡ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പം കറണ്ട് റിലീസിൽ ആ ഒരു ബഗ് വരുന്നില്ല, ആ ഒരു ഫീച്ചർ വരുന്നില്ല, അങ്ങനെയുള്ള കേസ് നമ്മൾ ഡെഫേർഡ് എന്ന് പറയാം.
മറ്റൊരു സ്റ്റേറ്റാണ് ഡ്യൂപ്ലിക്കേറ്റ്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ ഒരു ബഗ് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് സ്റ്റേറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതിനെല്ലാം ശേഷം നമ്മൾ എന്ത് ചെയ്യും? റീടെസ്റ്റ് ചെയ്യും. റീടെസ്റ്റ് ചെയ്യുക മീൻസ് നമ്മൾ ഈ ബഗ് എല്ലാം കൊടുത്ത് ഡെവലപ്പർ കൊടുത്ത് പുള്ളി റിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വെരിഫൈ ചെയ്യണം. അതായത് അത് പ്രോപ്പറായിട്ട് റിസോൾവ് ചെയ്തിട്ടുണ്ടോ, സ്റ്റിൽ ബഗ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യണം. നമ്മൾ റീടെസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുക. അതിനുശേഷം എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ബഗ് ക്ലോസ് ചെയ്യും. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. So next we are going to see bug tracking tools. Bug tracking tools we are using to record, track and manage the bugs in the software development. Okay, നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലെ ആ പ്രൊജക്റ്റിലെ ബഗ്സിനെയൊക്കെ മാനേജ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് ബഗ് ട്രാക്കിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. സോ ഇന്ന് കറണ്ട് മാർക്കറ്റിൽ ഒരുപാട് ബഗ് ട്രാക്കിംഗ് ടൂൾസ് അവൈലബിൾ ആണ്. അത് ഓരോ ഓർഗനൈസേഷൻസ് അവരുടെ നീഡ്സ് അനുസരിച്ചാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ചെന്തൊരു പേര് ഞാൻ പറയാം. ലൈക്ക് ബഗ്സില്ല, മാൻഡിസ്, ജീറ, ടൈഗ, ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഇതെല്ലാം തന്നെ കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ഒരു ടൂളാണ് ജീറ. അത് എനിക്കൊന്ന് മിക്കവാറും തന്നെ പേര് കേട്ടിട്ടുണ്ടായിരിക്കും. അറ്റ്ലേഷൻ എന്നൊരു കമ്പനിയാണ് അത് ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി പോവുകയാണ് എങ്ങനെയാണ് ജീറ യൂസ് ചെയ്യുന്നത്. അതിൽ ഡാഷ്ബോർഡ് ഉണ്ട്, അതിൽ കുറേ ന്യൂസ് ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെ ബഗ് ക്രിയേറ്റ് ചെയ്യാം, അതിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാനത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ജിറയുടെ ഡാഷ്ബോർഡ്. അപ്പൊ ജിറ എങ്ങനെയാണ് ആക്സസ് ചെയ്യാന്നുള്ളതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ അത് വേറൊരു കാര്യം, ഈ ജിറ എന്നുള്ളത് നമ്മൾ ഒരുപാട് യൂസേഴ്സിനെ കണ്ടിട്ട് നമ്മളൊരു കമ്പനിയിൽ യൂസ് ചെയ്യുവാണെങ്കിലും അത് പെയ്ഡ് ആയിരിക്കും നല്ലത്. കാരണം കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഇത്ര സ്റ്റോറേജൊക്കെയുള്ള അല്ലെങ്കിൽ ഇത്ര യൂസേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ സാധാരണ കുറച്ച് പേർക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രയൽ വേർഷൻ യൂസ് ചെയ്യാം. ഇത് അതിന്റെ ട്രയൽ വേർഷൻ ആണ്. അപ്പൊ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾക്ക് അത് ഒന്ന് ട്രൈ ചെയ്യാവുന്ന കേട്ടോ. അത് നമ്മൾ നോർമലായിട്ട് ഏത് ആപ്ലിക്കേഷനും രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ലാസ്റ്റ് ഈ ഡാഷ്ബോർഡിൽ വന്ന് നിൽക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനത്തെ മെനൂസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഉണ്ടോ നാവിഗേഷൻ ബാറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അവിടെ നമുക്ക് കാണാം സ്വിച്ച് ടു ജിറ സോഫ്റ്റ്വെയർ കോൺഫ്ലുവൻസ്, ഈ രണ്ടെണ്ണം വരുന്നുണ്ട്. അപ്പൊ ഇതിന് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അതായത് ഈ ജീറ എന്ന് പറയുന്നതും കോൺഫ്ലുവൻസ് എന്ന് പറയുന്നതും രണ്ടും രണ്ട് ഡിഫറെന്റ് പ്രോഡക്ട്സ് ആണ്. പക്ഷേങ്കിൽ അത് രണ്ടും സെയിം കമ്പനി, അത് അറ്റ്ലേഷൻ തന്നെ ഡെവലപ്പ് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, ഞാൻ ജീറ എടുത്തു കഴിഞ്ഞപ്പോൾ ബൈ ഡിഫോൾട്ട് ഈ കോൺഫ്ലുവൻസും കൂടെ വന്നിട്ടുണ്ട്. ജീറ നമ്മൾ യൂസ് ചെയ്യുന്നത് ബഗ് ട്രാക്കിങ്ങിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കോൺഫിഡൻസിനകത്ത് നമുക്ക് കുറച്ചുകൂടെ ഒക്കെ കാര്യങ്ങൾ, അതായത് എന്താ പറയുക, ഫയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുക അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നോളജ് ഷെയറിങ്ങിനും നോളജ് മാനേജ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് കോൺഫ്ലുവൻസ്. ജീറ എന്ന് പറഞ്ഞാൽ നമുക്ക് ബഗ് ഒക്കെ ആഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ജീറ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയ ഒരു മെനു ആണ് ക്രിയേറ്റ്. ഈ ക്രിയേറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചില ഓപ്ഷൻസ് വരും, അത് കാണിക്കാം. ഓക്കെ, ഇഷ്യൂ ടൈപ്പ്. അപ്പൊ ഇവിടെ നമുക്ക് 4 രീതിയിലുള്ള ഇഷ്യൂസ് ആണ്: സ്റ്റോറി, ടാസ്ക്, ബഗ്, എപ്പിക്. അപ്പൊ ഇത് ഓരോന്നും എന്താണെന്ന് ഞാൻ പറയാം. അതിലെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സാധാരണ യൂസർ സ്റ്റോറീസ് ഉണ്ടല്ലോ, അതിനാണ് ഈ സ്റ്റോറി എന്ന് പറഞ്ഞാല്. അതെന്ന് പറഞ്ഞാൽ എന്ത് റിക്വയർമെന്റ് ആണുള്ളത് അതാണ് ഈ സ്റ്റോറിക്കകത്ത് വരുന്നത്. എപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ epics are large bodies of work that can be broken into a number of smaller tasks. അതായത് നമ്മൾ എപ്പിക് എന്ന് പറയുക, അതായത് ഒരു വലിയ ടാസ്ക് ആയിട്ട് നമ്മൾ എപ്പിക് എന്ന് പറയുക. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാല് ആസ് ആൻ എൻഡ് യൂസർ ഐ വാണ്ട് ടു ഡു ദ പേയ്മെന്റ് യൂസിങ് ഡെബിറ്റ് കാർഡ്, അതൊരു സ്റ്റോറിയാണ്. ഓക്കെ, അതിന്റെ എപ്പിക് എന്ന് പറഞ്ഞാൽ ഇ കൊമേഴ്സ് പേയ്മെന്റ് സിസ്റ്റം എന്ന് കൊടുക്കാം. ഇ കൊമേഴ്സ് പേയ്മെന്റ് സിസ്റ്റം എപ്പിക്കിനകത്ത് വരുന്ന ഒരു സ്റ്റോറിയാണ് ഇപ്പൊ പറഞ്ഞത്. അതായത് ആസ് ആൻ എൻഡ് യൂസർ ഐ വാണ്ട് ടു ഡു പേയ്മെന്റ് യൂസിങ് ദ ഡെബിറ്റ് കാർഡ് എന്നുള്ളത്. മറ്റൊന്നാണ് ഈ ടാസ്ക് എന്ന് പറഞ്ഞാല്. ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്യേണ്ട വർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ടീമിലുള്ള ഒരു ടീമേറ്റ് ചെയ്യുന്ന വർക്കാണ് നമ്മൾ ടാസ്ക് എന്ന് പറഞ്ഞ് കൊടുക്കുക. പിന്നെ ബഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിഫക്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ബഗിനൊക്കെ കൊടുക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ടൈപ്പാണ് ബഗ് എന്ന് പറഞ്ഞാല്. അപ്പൊ നമ്മൾ ബഗ് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം സമ്മറിക്കകത്ത് ലോഗിൻ അറിയിച്ചെങ്കിൽ ലോഗിൻ പേജ് എന്ന് കൊടുത്ത് അതിന്റെ എന്താന്ന് ജസ്റ്റ് ഒന്ന് സമ്മറി ആയിട്ട് കൊടുക്കുക. ഒരുപാട് ലെങ്തി ആവരുത്, പക്ഷെ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല ആ രീതിയിൽ കൊടുക്കുക. ഡിസ്ക്രിപ്ഷനകത്ത് നമുക്ക് വലിച്ചു നീട്ടി എന്തുകൊണ്ട് എഴുതാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട്. അത് ഏത് ഡെവലപ്പർ അല്ലെങ്കിൽ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആര് കണ്ടില്ല അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്താണ് ഈ ആക്ച്വൽ ഇഷ്യൂ എന്നുള്ളത്. നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് നന്നായിട്ട് തന്നെ എഴുതി കൊടുക്കണം.
പിന്നെ റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരായിരിക്കും ബൈ ഡിഫോൾട്ട് വരും. ഇപ്പൊ ഞാൻ ഒരാൾ മാത്രമേ പ്രൊജക്ട് എടുത്തിട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ, എന്റെ പേര് മാത്രമേ ഉള്ളൂ. സോ അത് മാത്രമേ റിപ്പോർട്ടിന്റെ അവിടെ വരത്തുള്ളൂ. പിന്നെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അത് ലോവസ്റ്റ് തൊട്ട് ഹയസ്റ്റ് വരെയാണുള്ളത്. അതായത് എന്ത് പ്രയോറിറ്റിയിലാണ് ഈ ഇഷ്യൂ സോൾവ് ചെയ്യേണ്ടത്. ഇപ്പം പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ട ഇഷ്യൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഹയസ്റ്റ് ആയിട്ട് കൊടുക്കുക. വലിയ എന്താ പറയുക, വലിയ പ്രയോറിറ്റി ഒന്നുമില്ല, ട്രൈ ചെയ്താണെന്നുണ്ടെങ്കിൽ ലോവസ്റ്റ്, പിന്നെ ലോയുടെ ഹയസ്റ്റ് ആ ഒരു ഓർഡറിലാണ് വരുന്നത്. പിന്നെ ലേബൽസ് നമുക്ക് അവിടെ ലേബൽസ് ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ എന്താ പറയുക സെലക്ട് ചെയ്യാൻ വേണ്ടി ഡ്രോപ്പ് ബോക്സിനകത്ത് വരുന്നതായിരിക്കും. പിന്നെ എൻവയോൺമെന്റ്, ഇവിടെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളിപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു വിൻഡോസ് മെഷീനാണ്, നമുക്ക് വിൻഡോസിന്റെ ആ ഫീച്ചേഴ്സ് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ ലിനക്സ് തന്നെ ലിനക്സ് നമ്മൾ കൊടുക്കാം. കാരണം ഇപ്പൊ എക്സാമ്പിൾ ഇപ്പം പറഞ്ഞാല് ചില മൊബൈൽ ആപ്ലിക്കേഷൻസിന്റെ ഒരു പ്രൊജക്ട് ആണ് വയ്ക്കുക. അപ്പൊ നമുക്ക് ഈ ബഗ് ആണെന്നൊക്കെ ഡൗട്ട് വരാം. ഓക്കെ, ഈ ബഗ് വന്നിരിക്കുന്നത് ഐഫോണിലാണോ ആൻഡ്രോയിഡിലാണോ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ എൻവയോൺമെന്റിനകത്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ അറ്റാച്ച്മെന്റ്, ഇത് ഇമ്പോർട്ടന്റ് ഒരു കാര്യം കേട്ടോ. അതായത് ചില ബഗ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ എപ്പോഴെപ്പോഴും നമുക്കത് റീജനറേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചില ബഗ്സ് ചില സമയത്ത് വരത്തുള്ളൂ. അപ്പൊ നമുക്ക് പ്രൂഫ് വേണമല്ലോ, നമ്മളത് ആ ഒരു ബഗ് അവിടെ വന്നായിരുന്നു എന്ന് കാണിക്കാനായിട്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് അതിന്റെ ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വെക്കുക, എന്നിട്ട് അവിടെ അറ്റാച്ച് ചെയ്യുക. അപ്പൊ അത് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും ഡെവലപ്പർക്ക് ഒന്ന് കണ്ടാൽ മനസ്സിലാക്കാനായിട്ട്. പിന്നെ ബാക്കി ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളല്ല. പിന്നെ അസൈനി എന്ന് പറഞ്ഞാല് ഇവിടെ നമുക്ക് ഡെവലപ്പേഴ്സിന്റെ പേര് സജഷൻസ് വരും. അവരെ സെലക്ട് ചെയ്ത് അസൈൻ ചെയ്ത് കൊടുക്കാം. ഒരു പർട്ടിക്കുലർ ഡെവലപ്പർ ഉണ്ടെങ്കിൽ അയക്ക് കൊടുക്കാം ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട്. പിന്നെ ക്രിയേറ്റ് കൊടുക്കുക. അപ്പൊ നമുക്കത് ഇഷ്യൂ എന്താ പറയുക, ഇഷ്യൂ ജനറേറ്റ് ആവുന്നതായിരിക്കും. അടുത്ത മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ബാക്ക്ലോഗ്. ബാക്ക്ലോഗ് എന്ന് പറഞ്ഞാൽ ഇതുവരെ റിസോൾവ് ആകാത്ത ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ബഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ബാക്ക്ലോഗിനകത്ത് പോയാൽ കാണാനായിട്ട് പറ്റും. ഇപ്പം എന്റെ ആപ്ലിക്കേഷനകത്ത് പ്രത്യേകിച്ചും ബഗ്ഗൊന്നും ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ കാണിക്കേണ്ടതാണ്. കണ്ടോ, ടെസ്റ്റ് വൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തായിരുന്ന ഒരു എററിനെ, ഒരു ബഗിനെ. സോ അത് കാണിക്കുന്നുണ്ട്, കാരണം ഇതുവരെ സോൾവ് ചെയ്തിട്ടില്ല. സോ ടെസ്റ്റ് വൺ എന്നുള്ള ഒരു ബഗ് കാണിക്കുന്നതായിരിക്കും. പിന്നെ ആക്റ്റീവ് സ്പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീംമേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ടീമിലുള്ള ആൾക്കാർ ഇപ്പൊ കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്കുകൾ എന്തൊക്കെയാണോ ആ സ്പ്രിന്റ് ഒക്കെയാണ് നമുക്ക് ഈ ആക്റ്റീവ് സ്പ്രിന്റിനകത്ത് കാണിക്കുന്നത്. പിന്നെ മറ്റൊന്നാണ് റിപ്പോർട്ട്സ്.